ഇവനാണ് വീഡിയോ എടുത്ത്, ഈ ഡാവാണ് വീഡിയോ എടുത്ത് കേട്ടാ, കണ്ട. ഹായ് ഗൈസ്, വെൽക്കം ടു ജോയിൻ ഫ്രം എക്സ്. ഞാൻ ജോയൽ. നിങ്ങൾ തംബ്നെയിൽ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. സോ അത് കണ്ട പോലെ തന്നെ ഈ ഒരു സ്ഥലത്തെ കുറിച്ചാണ്. ഏതാ സ്ഥലം? ആക്ച്വലി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിൽ കണ്ട പോലെ തന്നെ അവതാർ എന്ന മൂവി കണ്ട ആ ഒരു സ്ഥലം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ചൈനയിലുള്ള ഒരു സ്ഥലമാണ്. ചൈനയിൽ ഡയോങ് എയർപോർട്ടിൽ നിന്ന് 30 മിനിറ്റ് മാത്രം ദൂരമുള്ള ഒരു സ്ഥലം. ചൈനയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണിത്. സാൻജിഗി നാഷണൽ പാർക്ക് എന്നാണ് പേര്. സോ ഈ ഒരു വീഡിയോ സാൻജിഗി നാഷണൽ പാർക്കിനെ കുറിച്ചാണ്. സാൻജിഗി നാഷണൽ പാർക്കിലേക്കുള്ള ടിക്കറ്റ് 4 ദിവസം വാലിഡാണ്. ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് 258 യാനാണ്. ഇന്ത്യൻ റുപ്പി വെച്ച് പറയുകയാണെങ്കിൽ 3000 രൂപയ്ക്ക് അടുത്ത് വരും. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ 4 സ്ഥലങ്ങളാണ് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സാൻജിഗി നാഷണൽ പാർക്കിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 4 സ്ഥലങ്ങളാണിത്. അതിൽ ആദ്യത്തെ സ്ഥലമാണ് സദേൺ സ്കൈക്കോളം. സോ നമുക്കത് കാണാം. ചൈനയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഷാൻജിയാജി നാഷണൽ പാർക്ക്. 1982 മുതൽ ഈ ഒരു സ്ഥലം ചൈനയുടെ നാഷണൽ പാർക്കായി സംരക്ഷിച്ചു പോരുന്നു. 1992-ൽ ഷാൻജിയാജി നാഷണൽ പാർക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറുകയായിരുന്നു. തുടർന്ന് 2004 മുതൽ യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്കായി ഷാൻജിയാജി പാർക്ക് അറിയപ്പെടുന്നു. അനേകം വേൾഡ് റെക്കോർഡുകളാണ് ഈ ഒരു നാഷണൽ പാർക്കിലൂടെ ചൈനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മിനിമം ഒരു 4 ദിവസമെങ്കിലും വേണം ഈ ഒരു നാഷണൽ പാർക്ക് മൊത്തം ഒന്ന് ആസ്വദിച്ച് കാണുവാൻ. അവതാർ എന്ന സിനിമയിൽ കണ്ട ഹല്ലിയ മൗണ്ടൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് മൗണ്ടൻസ് ഓഫ് പാണ്ടോറ എന്നറിയപ്പെടുന്ന സ്ഥലം ഈ ഒരു നാഷണൽ പാർക്കിന്റെ ഒരു ഭാഗമാണ്. സദേൺ സ്കൈക്കോളം എന്നാണ് അവതാർ എന്ന മൂവിയിൽ കണ്ട ആ ഒരു ഭാഗത്തെ പറയുന്നത്. 2010 ജനുവരി മുതൽ സദേൺ സ്കൈക്കോളം അവതാർ മൗണ്ടൻസ് അല്ലെങ്കിൽ ഹല്ലിയ മൗണ്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സദേൺ സ്കൈക്കോളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. ആ ഒരു പില്ലർ ലൈക്ക് സ്ട്രക്ചറാണ് ഈ ഒരു സദേൺ സ്കൈക്കോളത്തിന് ഈ ഒരു പ്രത്യേകതരം ഒരു ഭംഗി നൽകുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇറോഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇങ്ങനൊരു പില്ലർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റാണ്. 24 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ കാണുന്ന ആ ചെടികളൊക്കെ അതിൽ വളരാൻ സഹായിക്കുന്നത്.
അവതാർ എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അവിടെ തന്നെയുള്ള കുറച്ച് റെക്കോർഡുകളൊക്കെ നേടിയിട്ടുള്ള 2 സ്ഥലങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യമേ നമുക്ക് ബെയ്ലോങ് എലിവേറ്റർ കാണാം. ഇതാണ് ബെയ്ലോങ് എലിവേറ്റർ. ഈ ഒരു ഔട്ട്ഡോർ ലിഫ്റ്റ് ലോകത്തിലെ മെക്കാനിക്കൽ അത്ഭുതങ്ങളിൽ ഒന്നാണ്. 1070 അടിയാണ് ഇതിന്റെ ഉയരം. ഗ്ലാസ് ഫേസുള്ള 3 ഡബിൾ ഡെക്കർ ലിഫ്റ്റുകളാണിത്. ഒരു ലിഫ്റ്റിൽ ഒരേ സമയം 50 പേരെയാണ് കൊണ്ടുപോകാൻ സാധിക്കുക. ഈ ഒരു എലിവേറ്റർ ആണ് വേൾഡ്സ് ടോളസ്റ്റ് ഔട്ട്ഡോർ ലിഫ്റ്റ് എന്നറിയപ്പെടുന്നത്. തുടക്കത്തിൽ 2 മിനിറ്റ് 30 സെക്കൻഡ് ആയിരുന്നു ഈ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് എത്താൻ എടുത്തിരുന്ന സമയം. പക്ഷേ ഇപ്പോൾ നിലവിൽ വിസിറ്റേഴ്സിന്റെ തിരക്ക് കാരണം അത് 60 സെക്കൻഡാക്കി അവർ കുറയ്ക്കുകയാണ് ഉണ്ടായത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഈ സാൻഷിഗി നാഷണൽ പാർക്കിന്റെ മൊത്തം വ്യൂ തരുന്ന ഒരു സ്ഥലമാണ്. സാൻഷിഗി ഡൗൺ ടൗണിൽ നിന്നാണ് ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതൊരു കേബിൾ കാറാണ്. സോ നമുക്ക് അത് അവിടെ കാണാം. ടൈമൻ മൗണ്ടൻ കേബിൾ കാർ. ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് കേബിൾ കാർ സർവീസ് എന്നറിയപ്പെടുന്നത്. സാൻഷിഗി സിറ്റിയിൽ നിന്നും സാൻഷിഗി നാഷണൽ പാർക്കിലെ ടൈമൻ മൗണ്ടൻസ് വരെയാണ് ഈ ഒരു കേബിൾ കാർ സർവീസ് ഉള്ളത്. ഈ ഒരു ഭാഗത്തെയാണ് ടൈമൻ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത്. ചൈനയിലുള്ളവർ ഈ ടൈമാൻ മൗണ്ടൻസിനെ വിശേഷിപ്പിക്കുന്നത് ടൈമാൻ ഷാൻ എന്നാണ്. ടൈമാൻ ഷാൻ എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്കുള്ള കവാടം അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഒരു ഗേറ്റ് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ഷാൻഷിഗി ഡൗൺ ടൗണിൽ നിന്നും ടൈമാൻ മൗണ്ടൻസ് വരെയുള്ള കേബിൾ കാർ റൈഡ് 30 മിനിറ്റ് ആണ് എടുക്കുക. മിനിറ്റ് കൊണ്ട് ഈ ഒരു കേബിൾ കാർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 7455 മീറ്റർ ആണ്. 7 കിലോമീറ്ററും 455 മീറ്ററും. ഈ ഒരു 30 മിനിറ്റ് കൊണ്ട് ഈ ഒരു കേബിൾ കാർ സർവീസ് സാൻഷിഗി നാഷണൽ പാർക്കിന്റെയും സാൻഷിഗി ഡൗൺ ടൗണിന്റെയും മൊത്തം ഒരു വ്യൂ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് സാൻഷിഗി നാഷണൽ പാർക്ക് 10 റെക്കോർഡ് ഹോൾഡ് ചെയ്യണ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് ഷാൻഷിജെ ഗ്രാൻഡ് കാനിയോൺ ഗ്ലാസ് ബ്രിഡ്ജ്. 10 വേൾഡ് റെക്കോർഡുകളാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന് മാത്രമായിട്ട് ഉള്ളത്. വേൾഡ്സ് ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ്. 430 മീറ്ററാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം. അതുപോലെ തന്നെ വേൾഡ്സ്
ഹയസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണിത്. 300 മീറ്ററാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉയരം. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും വീഡിയോയിൽ. അതൊന്നും കാര്യമാക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്കത് ശരിയാക്കാം. സോ നിങ്ങളുടെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.